إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പരിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ മഹത്വം പറയപ്പെട്ട വിഷയമാണ് നമ്മുടെ പെൺമക്കൾ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്ന സമ്മാനമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്ന ദാനമാണ്. അല്ലാഹുവിൽ നിന്നുള്ള സുവിശേഷമാണ് പെൺമക്കൾ. ഇങ്ങനെയുള്ള ഈ പെൺമക്കളുടെ വിഷയത്തിൽ ജാഹിലിയ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന വിരക്തിയെ പൊളിച്ചടക്കിയാണ് പരിശുദ്ധ ഇസ്ലാം അവരുടെ വിഷയത്തിലുള്ള പ്രതിപാദ്യം വന്നിട്ടുള്ളത്. പെൺമക്കളെ ഹൃദ്യമായി സ്വീകരിക്കാനും ക്ഷമാപൂർവം പോറ്റി വളർത്തി അവരുടെ വിഷയത്തിൽ ശ്രദ്ധയൂന്നാനും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം അവർ നാളേക്കുള്ള വാഗ്ദാനങ്ങളാണ്. അവർ മാതൃകാ മഹതികളായി സമുദായത്തിലും സമൂഹത്തിലും ജീവിക്കേണ്ടതുണ്ട്. ഏറ്റവും നല്ല സഹധർമ്മിണികളായി, തുടർന്ന് നല്ല മാതാക്കളായി, അപ്രകാരം സമുദായത്തിനും ലോകത്തിന് തന്നെ നല്ല തലമുറയെ വാർത്തെടുക്കാൻ ഉതകുന്നവരെ വളർത്തിയെടുക്കാൻ, അതിന് മുൻപന്തിയിൽ നിൽക്കാൻ നമ്മൾ വളർത്തുന്ന നമ്മുടെ പെൺമക്കൾ യോഗ്യരും പ്രാപ്തരുമാവാനാണ് ആ വിഷയത്തിൽ ശ്രദ്ധ യൂന്നാൻ ശറഅ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. ശറഅ് നമ്മളോട് പറയുന്ന ആ വിഷയത്തിലുള്ള നിർദ്ദേശങ്ങളും ആ വിഷയത്തിലെ കൽപ്പനകളും വിധികളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചിട്ടുണ്ട്. പെൺമക്കളുണ്ടായാൽ അതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ദുരന്തപൂർണമായ സ്വഭാവ സംസ്കാരത്തെയാണ്, ജാഹിലിയ്യ സംസ്കാരത്തെയാണ് പരിശുദ്ധ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടി ഉടച്ചു വാർത്ത് അവരെ പോറ്റി വളർത്തിയാലുള്ള പ്രതിഫലത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 4 പെൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. സൈനബും റുഖിയയും ഉമ്മു കുൽസും ഫാത്തിമയും റളിയല്ലാഹു അൻഹും. ഈ പെൺമക്കളോടൊത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച ആ 23 വർഷക്കാലഘട്ടത്തിലെ പ്രവാചകന്റെ ജീവിതം, അതിൽ 3 പെൺമക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടു വിശുദ്ധ മദീനയിൽ.
ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഈ കാലങ്ങളിലൊക്കെ ജീവിക്കുകയുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് പെൺമക്കളുടെ വിഷയത്തിൽ നിർദ്ദേശങ്ങൾ നൽകി, എങ്ങനെയാണ് ജീവിച്ചു പെരുമാറി മാതൃക കാണിച്ചു എന്നത് കൃത്യമായി ചരിത്രം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ കാനത് ലഹു സലാസു ബനാതി, ആർക്കെങ്കിലും 3 പെൺമക്കളുണ്ടായാൽ ഫസബറ അലൈഹിന്ന വകസാഹുന്ന മിൻ ജിദതി കസ്ബിഹി കുന്ന സിത്റൻ ലഹു മിനൻ നാർ. 3 പെൺമക്കളുണ്ടായി, അവരുടെ വിഷയത്തിൽ ക്ഷമിച്ചു, അവർക്ക് ധരിക്കാൻ അവന്റെ വകസാഹുന്ന മിൻ ജിദതി കസ്ബിഹി, അവന്റെ അധ്വാനത്തിൽ നിന്ന്, അവന്റെ സമ്പാദ്യത്തിൽ നിന്ന്, അവൻ അധ്വാനിച്ചുണ്ടാക്കിയ അവന്റെ സമ്പാദ്യത്തിൽ നിന്ന് അവർക്ക് നഗ്നത മറക്കാൻ വസ്ത്രം വാങ്ങി നൽകിയാൽ കുന്ന സിത്റൻ ലഹു മിനൻ നാർ, നരകത്തിൽ നിന്ന് അവർക്കത്, ആ രക്ഷിതാവിനത് മറയാണ്. ആ പെൺമക്കൾ നരകത്തിൽ നിന്നുള്ള സുരക്ഷയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാം. ചില നിവേദനങ്ങളിൽ ഫസബറ അലൈഹിന്ന വകസാഹുന്ന എന്നാണ് പ്രയോഗമെങ്കിൽ ചിലതിൽ യുബീഹിന്ന വയുറബ്ബീഹിന്ന വയർഹമുഹുന്ന വയുബീഹിന്ന, അവർക്ക് പാർപ്പിടം നൽകി താമസിക്കാനുള്ള വീട് അവൻ ഒരുക്കിക്കൊടുത്തു. വയുറബ്ബീഹിന്ന, അവർക്ക് അവൻ തർബിയത്ത് നൽകി, വിദ്യാഭ്യാസം നൽകി, ദീനി നിഷ്ഠ നൽകി. വയർഹമുഹുന്ന, അവരോട് റഹ്മത്ത് കാണിച്ചു, കാരുണ്യത്തിൽ ദയയിൽ ആ മക്കളോട് അവൻ വർദ്ധിച്ചു. ഇങ്ങനെയാണ് ചില നിവേദനങ്ങളെങ്കിൽ അപ്പോൾ ആ പിതാവിന് നരകത്തിൽ നിന്നുള്ള സുരക്ഷയാണ്. അപ്പോഴാണ് ഒരു സ്വഹാബി ചോദിച്ചത്, റസൂലേ, 3 അല്ല 2 ആണെങ്കിലോ? 2 പെൺമക്കളെയുള്ളൂ. അവരോടിങ്ങനെ ഭക്ഷണം നൽകി, അവർക്ക് വസ്ത്രം നൽകി, അവർക്ക് തർബിയത്ത് കൊടുത്തു, അതുപോലെ തന്നെ അവർക്ക് താമസിക്കാനുള്ള ഇടം കൊടുത്തു. അവരോട് റഹ്മത്തോടുകൂടി ദയയോടുകൂടി പെരുമാറിക്കഴിഞ്ഞാൽ 2 പെൺമക്കളാണെങ്കിൽ ഈ പറഞ്ഞ സുരക്ഷ നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുമോ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നൽകിയ മറുപടി വസിൻതൈൻ, അതെ 2 പെൺമക്കളാണെങ്കിലും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രയോഗങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പെൺമക്കളുടെ വിഷയത്തിൽ ഒന്ന് സബർ പറഞ്ഞു, ക്ഷമ. 2 കിസാ, വസ്ത്രത്തിന്റെ വിഷയം പറഞ്ഞു. 3 ഈബ, അവർക്ക് താമസിക്കാനുള്ള അഭയ കേന്ദ്രം, പാർപ്പിടത്തെ കുറിച്ച് പറഞ്ഞു, റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞു, തർബിയത്തിനെ കുറിച്ച് പറഞ്ഞു. ആ നിലക്കുള്ള സംസ്കാര, ദീനീ നിഷ്ഠ, ആ ദീനീ നിഷ്ഠയിൽ അവരെ വളർത്തിയെടുത്തു കഴിഞ്ഞാലുള്ള പ്രതിഫലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. വേറെ ചില റിപ്പോർട്ടുകളിൽ മൻ ആല ജാരിയതൈൻ, 2 പെൺമക്കൾക്ക് മൻ ആല എന്ന് പറഞ്ഞ ആയിലത്തിൽ നിന്നാണ് വന്നത്. ആയില എന്ന് പറഞ്ഞ കുടുംബം എന്നാണ്. അഥവാ ആ പെൺമക്കൾക്ക് അവൻ ആശ്രയമായി, അഭയമായി, സംരക്ഷണമായി ആ 2 പെൺമക്കളോട് അവൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ 2 വിരലുകൾ ചൂണ്ടിയിട്ടാണ് പറഞ്ഞത്, ഞാനും അവനും സ്വർഗത്തിൽ ഇപ്രകാരമാണ്. 2 പെൺമക്കളെ ഈ പറഞ്ഞ രൂപത്തിൽ പോറ്റി വളർത്തി അവർക്ക് വേണ്ടതെല്ലാം നൽകി ഇസ്ലാമിക സംസ്കാരത്തിൽ അവരെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ഞാനും അവനും സ്വർഗത്തിൽ ഇപ്രകാരമാണ് എന്ന് പഠിപ്പിക്കാം. മറ്റൊരു റിപ്പോർട്ടിൽ എന്നാണ്. ഈ പെൺമക്കളുടെ വിഷയത്തിൽ അവൻ പരീക്ഷിക്കപ്പെട്ടുവെങ്കിൽ ആ പരീക്ഷണത്തിൽ അവൻ വിജയിച്ചാൽ എന്ന് പറഞ്ഞാൽ ഇക്റാം, അവരോട് ഇക്റാം കാണിച്ചാൽ, ഇക്റാം എന്ന് പറഞ്ഞ ആദരവ്, ബഹുമാനം, അവർക്കുള്ള സ്ഥാനം അത് നൽകി അവരോട് ഇഹ്സാനോടുകൂടി പെരുമാറിയാൽ, ഇഹ്സാൻ എന്ന് പറയുമ്പോ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും വസ്ത്രവും
പാർപ്പിടവും വിദ്യാഭ്യാസവും സംസ്കാരവും എല്ലാം നൽകിയാൽ അതെല്ലാം ഇഹ്സാനിൽ ഉൾപ്പെടുകയാണ്. വഅഹ്സന ഇലൈഹിന്ന, ഒന്ന് ഇക്റാം പറഞ്ഞു, മറ്റൊന്ന് ഇഹ്സാൻ പറഞ്ഞു. അങ്ങനെ അവരോട് വർദ്ധിച്ചാൽ കുന്ന സിത്രൽ ലഹു മിനന്നാർ, നരകത്തിൽ നിന്ന് അവർ, ആ പെൺമക്കൾ രക്ഷിതാക്കൾക്ക് ഒരു മറയാണ്. എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായോഗിക ജീവിതത്തിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ജാഹിലിയത്തിൽ പെൺമക്കളുടെ വിഷയത്തിൽ നടപ്പിലുണ്ടായിരുന്ന ചില ദുഷിച്ച സംസ്കാരം ജാഹിലിയത്തിലെ ചില അറേബ്യൻ ഗോത്രങ്ങളിൽ നമുക്കത് കാണാം. പെൺകുട്ടികൾ പിറന്നു കഴിഞ്ഞാൽ അവർക്കതൊരു ദുസ്സഹമായിരുന്നു, ശകുനമായി അവർ കണ്ടിരുന്നു, സങ്കടപ്പെടുമായിരുന്നു. അവർ വിഷമം കൊണ്ട് ജനങ്ങളിൽ നിന്നൊക്കെ ഒളിഞ്ഞുമാറി ഇതിനെ വെച്ചേക്കണമോ എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയാണ്. പക്ഷേ അവരിൽ ഒരാൾക്ക് തബ്ശീർ നൽകപ്പെട്ടാൽ, പെൺകുട്ടിയെ കുറിച്ച് ബുശ്ശിറ എന്ന പദപ്രയോഗമാണ് വിശുദ്ധ ഖുർആൻ അവിടെ നടത്തിയത്. തബ്ശീർ, സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ എന്നതാണ്. അപ്പൊ പെൺമക്കൾ എന്നത് തബ്ശീറ, സന്തോഷ വാർത്തയാണ്, അള്ളാഹുവിൽ നിന്നുള്ള ഹിബത്താണ്, ദാനമാണ്. പെൺമക്കൾ വിശുദ്ധ ഖുർആൻ ആ നിലക്കാണ് അത് പ്രയോഗിച്ചത്, സമ്മാനമായിട്ട്. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, വാനങ്ങളുടെ ഭൂമിയുടെ അധികാരം അത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കയ്യിലാണ്. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ പടക്കുന്നു. എന്നിട്ട് പറഞ്ഞു യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുകൂർ ഔ യുസബ്ബിദുഹും ദുക്റാനൻ വഇനാസ വയജഅലു മൻ യശാഉ ഹകീമാ. യഹബു ലിമൻ യശാഉ ഇനാസ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെ മാത്രം അവൻ നൽകുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ യഹബു എന്നാണ് പറഞ്ഞത്. ഹിബത്തിൽ നിന്നാണ് യഹബു എന്ന് വന്നത്. അഥവാ പകരം ഒന്നും ഇങ്ങോട്ട് കൈപ്പറ്റാതെ ദാനമായി സമ്മാനമായി നൽകുന്നതിനാണ് ഹിബ എന്ന് പറയുക. ആ പദപ്രയോഗമാണ് വിശുദ്ധ ഖുർആൻ അവിടെ നടത്തിയത്. വയഹബു ലിമൻ യശാഉ ദുകൂർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കൾ അവൻ നൽകുന്നു. ഔ യുസബ്ബിജുഹും ദുക്റാനൻ വഇനാസ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആണും പെണ്ണും ഇടകലർത്തി നൽകുന്നു. വയജഅലു മൻ യശാഉ അഖീമ, അവൻ ഉദ്ദേശിക്കുന്നവരെ മക്കളില്ലാത്തവരാക്കുന്നു. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല മക്കളെ സമ്മാനിക്കുന്ന വിഷയത്തിൽ ആദ്യം എണ്ണിപ്പറഞ്ഞത് പെൺമക്കളുടെ വിഷയമാണ്. യഹബു ലിമൻ യശാഉ ഇനാസൻ എന്നാണ് ആദ്യം പറഞ്ഞത്. പെൺമക്കളെ ദാനമായി അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നു. അപ്പൊ ആദ്യം പറഞ്ഞ ആ പ്രഥമ സ്ഥാനം അത് പെൺകുട്ടികൾ ഒരു രക്ഷിതാവിന് ആര് എന്ന് പഠിപ്പിക്കുകയാണ്. മനസ്സ് വിഷമിക്കേണ്ട, സങ്കടപ്പെടേണ്ട വിഷയമല്ല, മറിച്ച് സന്തോഷിക്കേണ്ട വിഷയമാണിത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ഇതുകൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യം നിറവേറ്റപ്പെടുകയാണ്, സ്വർഗം ലഭിക്കുകയാണ്, നരകത്തിൽ നിന്ന് സുരക്ഷയാവുകയാണ് ആ മക്കൾ. പക്ഷെ അത് കിട്ടണമെങ്കിൽ അവരെ വളർത്തുമ്പോ ഈ പറഞ്ഞ രൂപത്തിൽ അവരെ സമീപിക്കാൻ, ആ നിലക്ക് അവരെ വളർത്തിയെടുക്കാൻ കഴിയുന്നവർക്കാണ് ആ നരകത്തിൽ നിന്നുള്ള സുരക്ഷയും സ്വർഗപ്രവേശനവും നമുക്ക് ലഭ്യമാവുക. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന മജ്ലിസിലേക്ക് പ്രിയമകൾ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ കടന്നു വരുന്ന ഒരു രംഗമുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്കത് ചിത്രീകരിച്ചു തരികയാണ്. قام إليها وأخذ بيدها وقبلها وأجلسها في مكانه. ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന മജ്ലിസിലേക്ക് കടന്നു വന്നപ്പോൾ ഖാമ ഇലൈഹ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് ചെല്ലുകയാണ്. വഅഖദ ബിയദിഹാ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൈ പിടിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആനയിച്ചു കൊണ്ടുവരികയാണ്. വഖബ്ബലഹ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവരെ ചുംബിക്കുകയാണ്. വഅജ്ലസഹ ഫീ മകാനിഹി, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇരുന്ന സ്ഥാനത്ത് അവരെ ഇരുത്തുകയാണ്. നോക്കൂ നിങ്ങൾ,
ഈ ഫാത്തിമ കൊച്ചു ഫാത്തിമ അല്ല, മറിച്ച് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചിടത്തു നിന്ന് വരുന്ന സമയത്തുള്ള വിഷയമാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിക്കുന്ന ഹുജറയുടെ അപ്പുറത്താണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഹുജറ ഉണ്ടായിരുന്നത്. ആ ഹുജറയിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോടുള്ള പെരുമാറ്റമാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിലക്ക് പെരുമാറിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആദരവ് കൽപ്പിച്ച അവസ്ഥ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതുപോലെ കൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കാണ് ഈ പറഞ്ഞ രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകപ്പെടുക. പക്ഷേ ഇന്ന് പെൺമക്കൾ വലിയ പരീക്ഷണമായി മാറുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നഊദു ബില്ലാഹ്. ചില ദാരുണമായ അവസ്ഥയിലേക്ക് വിഷയങ്ങൾ പലപ്പോഴും ഗ്രഹാന്തരീക്ഷം മാറിപ്പോകാറുണ്ട്. പെൺമക്കളെ മാന്യതയിൽ, അവരെ ദീനീ നിഷ്ഠയിൽ വളർത്തുവാൻ പര്യാപ്തമായ അന്തരീക്ഷം പലപ്പോഴും അവിടെ ഉണ്ടാകാത്ത സാഹചര്യമുണ്ട്. അതിന് പലപ്പോഴും കാരണം രക്ഷിതാക്കളുടെ പെരുമാറ്റം തന്നെയാണ്. അവർക്ക് അവരുടേതായ ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും അവരുടെ ആവശ്യങ്ങളോ അവരുടെ സങ്കടങ്ങളോ അവരുടെ പ്രയാസങ്ങളോ കേൾക്കാൻ, അത് ഉൾക്കൊള്ളാൻ, ചെവി കൊടുക്കാൻ പലപ്പോഴും രക്ഷിതാക്കൾ സന്നദ്ധമാകുന്നില്ല. സമയമില്ല. മക്കളോടൊപ്പം ഇരിക്കാൻ, അവരോടൊപ്പം സഹവസിക്കാൻ പലപ്പോഴും സമയമില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ അനന്തര ഫലം പലപ്പോഴും അവിടെ സംഭവിക്കുന്നുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ 4 പെൺമക്കളാണ്. ആ 4ഉം ചെറിയ മക്കളാണ്, പറക്കമുറ്റാത്ത മക്കൾ എന്ന് പറയാവുന്ന രൂപത്തിലാണ്. ഖാസിമും അബ്ദുള്ളയും മരണപ്പെട്ടിട്ടുണ്ട്. ആൺമക്കൾ ജനിച്ച ഉടനെ മരണപ്പെട്ടു. പക്ഷെ ജീവിച്ചിരിക്കുന്നത് ഈ പെൺമക്കളാണ്. സൈനബും റുഖിയയും ഉമ്മു കുൽസൂമും ഫാത്തിമയും റളിയല്ലാഹു അൻഹുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് വരെ ഒരു മഹദിയെയും തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടില്ല. ഹൗല ബിൻത് ഹക്കീം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയാണ്. ഒരു വിവാഹത്തിന്റെ വിഷയം സംസാരിക്കുന്നതിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോ ഈ 4 മക്കളും പ്രവാചകനും മാത്രമാണ്. അപ്പോൾ ഈ മക്കളെ ചൂണ്ടിയാണ് ഹൗല പറയുന്നത്, ഇവരെ വളർത്താൻ, ഇവരോടൊപ്പം കൂടാൻ ഒരാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തിന്റെ 10ാം വർഷത്തിലാണ്. നമുക്കറിയാം, പ്രവാചകന്റെ നുബുവത്തിന്റെ 10ാം വർഷത്തിലെ അന്നത്തെ അവിടുത്തെ സാഹചര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബ് അബീ ത്വാലിബ് താഴ്വര, ആ താഴ്വരയിൽ അങ്ങേയറ്റം പ്രയാസപ്പെട്ട് അവർ ശത്രുക്കൾ പ്രഖ്യാപിച്ച നിസ്സഹകരണം അത് പിൻവലിച്ച് തന്റെ വീട്ടിലേക്ക് വന്നപ്പോ അപ്പോഴാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണവും സംഭവിക്കുന്നത്. ഈ കുട്ടികളെ ചൂണ്ടിയിട്ടാണ് ഹൗല പറയുന്നത് ഒരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കാൻ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികൾക്ക് വേണ്ടി ആ സമ്മതം മൂടിയത്. സൗദ ബിൻതു സംഅ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കുരുന്നു മക്കളെ എത്ര ശ്രദ്ധയിൽ അവർക്ക് വേണ്ടി പ്രവാചകൻ ജീവിച്ചുവെന്നത് മനസ്സിലാക്കാനാണ് ഈ ചരിത്രം ഇവിടെ സൂചിപ്പിച്ചത്. ചെറുപ്പം മുതൽ പ്രത്യേകിച്ച് പെൺമക്കളെ പിതാക്കൾ, മാതാക്കൾ കേൾക്കണം. അവരുടെ വിഷയത്തിൽ ശ്രദ്ധ വേണം. അവരോടൊപ്പം ഇരിക്കണം, അവരോടൊപ്പം സഹവസിക്കണം. അവരെ കേട്ടില്ലെങ്കിൽ അവർ വളരുന്നതിനനുസരിച്ച് അവരെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാകും. കേൾക്കുന്നവരെ തേടി സ്വാഭാവികമായും അവർ പോകും. ഇന്ന് ദൃശ്യ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയകൾ കൊണ്ടെത്തിക്കുന്നത് പലപ്പോഴും അത്തരം അവസ്ഥയിലേക്കാണ്. നമുക്കറിയാവുന്ന വിഷയമാണ്. അതിന്റെ അടിസ്ഥാന കാരണം അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വീട്ടിൽ രക്ഷിതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മക്കൾ അനാഥകളല്ലെങ്കിലും വീട്ടിൽ അനാഥകളായി ജീവിക്കുന്ന അവസ്ഥ ഈ മക്കൾക്കുണ്ട്.
അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ അവർക്ക് പറയാനുള്ളത് കേൾക്കാനോ അവരോടൊപ്പം ഇരിക്കാനോ ഈ പറയുന്ന രക്ഷിതാക്കൾ സന്നദ്ധമല്ല. അതുകൊണ്ട് അനാഥകളെപ്പോലെ അനാഥകളല്ലാതെ അവരവിടെ ജീവിക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒക്കുമോ ജീവിച്ചിരിക്കുമെങ്കിലും എന്ന് പറയുന്ന ചൊല്ലുപോലെ രക്ഷിതാക്കൾ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മക്കൾ ഈ ഒരു അവസ്ഥയിലേക്ക് മാറും. മാനുഷികമായി അതുണ്ടാകും, പ്രത്യേകിച്ച് പെൺമക്കൾക്ക്. അതുകൊണ്ട് അതിനു പറ്റിയവരെ, തന്നെ കേൾക്കാൻ സന്നദ്ധമായവരെ, തന്നെ അറിയാൻ സന്നദ്ധമായവരെ, തനിക്ക് സ്നേഹം നൽകാൻ സന്നദ്ധമായവരെ തേടി അവർ നൽകും, അവർ പോകും. രക്ഷിതാക്കൾ സ്നേഹം നൽകിയിട്ടില്ലെങ്കിൽ, ആ നിലക്ക് ഇടപെട്ടിട്ടില്ലെങ്കിൽ, അവരെ കേൾക്കാൻ സന്നദ്ധമായിട്ടില്ലെങ്കിൽ, അതുകൊണ്ട് മക്കളോട് കൂടെ നമ്മൾ ഇരിക്കണം, അവരോട് ചോദിക്കണം, അവർക്ക് പറയാനുള്ളത് കേൾക്കണം, അവരുടെ ആവശ്യങ്ങളെ കണ്ടറിയണം. ആയിഷ റളിയല്ലാഹു അൻഹ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും കൂടുതൽ സാമ്യത പുലർത്തുന്ന വ്യക്തിത്വമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. അത് രൂപത്തിലും സ്വഭാവത്തിലും പ്രവാചകന്റെ ചര്യയിലും ഏറ്റവും കൂടുതൽ സാദൃശ്യപ്പെട്ടത് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. എന്തുകൊണ്ടാണ് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ചര്യയിലുമൊക്കെ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് പ്രവാചകനോട് ഇത്രയധികം സാമ്യത വന്നത്? അതാണ് വിഷയം. ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് പ്രവാചകനെ കാണാൻ, പ്രവാചകനുമായി സഹവസിക്കാൻ, പ്രവാചകനെ അനുകരിക്കാൻ, പ്രവാചകനെ അനുഭവിക്കാൻ, പ്രവാചകനെ അറിയാൻ, പ്രവാചകനെ കൂടെ ഫാത്തിമ റളിയല്ലാഹു അൻഹ കൂടുതൽ സമയം പ്രവാചകനോടൊപ്പം ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് കിട്ടിയിട്ടുണ്ട് എന്നത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ ഇലൈഹ, അങ്ങോട്ട് എഴുന്നേറ്റ് ചെന്ന് അഖദ ബിയദിഹ, അവരുടെ കൈ പിടിച്ച് ആനയിച്ച്, വഖബ്ബലഹ, അവർക്ക് ചുംബനം നൽകി, വഅജ്ലസഹ ഫീ മക്കാനിഹി, പ്രവാചകൻ ഇരിക്കുന്ന സ്ഥാനത്ത് കൊണ്ട് അവരെ ഇരുത്താനുള്ള കാരണം അതുതന്നെയാണ്. പക്ഷേ അതും ഏത് കാലഘട്ടത്തിലാ? അന്ന് പെൺമക്കളെന്ന് പറഞ്ഞാൽ ആ അങ്ങേയറ്റം അന്ധത മുറ്റിയ ആ കാലഘട്ടത്തിൽ വളരെ മോശപ്പെട്ട രൂപത്തിൽ പെൺമക്കളോട് പെരുമാറുന്ന ആ കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മോളെ ഈ നിലക്ക് വരവേറ്റത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിനേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പെൺമക്കൾക്ക് നല്ല മനസ്സും നല്ല പെരുമാറ്റവും നല്ല സ്വഭാവവും ഒക്കെ അവരിൽ ഉണ്ടാക്കേണ്ടത്, അവരിൽ വളർത്തേണ്ടത് അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്തുകൊണ്ടുമാണ്. ഈ സംസ്കാരമൊക്കെ നൽകുന്നതോടൊപ്പം ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. കൺകുളിർമക്ക് വേണ്ടി ഞങ്ങളുടെ മക്കളിൽ നിന്ന്, ഞങ്ങളുടെ ഇണകളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഖുർറത്തു അയ്യുൻ, കൺകുളിർമ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ. കണ്ണ് കുളിർക്കണമെങ്കിൽ മനസ്സ് തണുക്കണം, മനം സന്തുഷ്ടമാകണം, ഹൃദയം ആനന്ദഭരിതമാകണം. മക്കളുടെ വിഷയത്തിൽ മനം കുളിർത്ത് ഉള്ളു സന്തോഷത്തിലായിട്ട് കണ്ണിന് കുളിർമ വരണമെങ്കിൽ ആ കൺകുളിർമ മക്കളിലൂടെ കിട്ടാൻ നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളുടെ ഇണകളെ, ഞങ്ങളുടെ മക്കളെ അല്ലാഹുവേ മുത്തഖീങ്ങൾക്ക് നീ ഇമാമാക്കണേ. ഇമാം എന്നാൽ അവർക്ക് മാതൃകാ യോഗ്യരായ അവസ്ഥയിൽ ഞങ്ങളെ നീ ആക്കണേ. മക്കൾക്ക് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും അവരുടെ വിഷയത്തിൽ ക്ഷമയും അവയോടുള്ള ദയയും അവർക്ക് വേണ്ട തർബിയത്തും എല്ലാം നൽകുന്നതിൽ നമ്മൾ ശ്രദ്ധയൂന്നണം. അതോടൊപ്പം ഈ പ്രാർത്ഥനയും വേണം. അത് വിവാഹം എത്തുന്നത് വരെ, വിവാഹത്തിന്റെ വിഷയത്തിൽ വരെ ഇദാ അതാകും മൻ തർളൗന ദീനഹു വഖുലുഖഹു, ദീനും ഖുലുഖുമുള്ളവർ വിവാഹം അന്വേഷിച്ചു വന്നാൽ, ദീനും സ്വഭാവവും തൃപ്തിപ്പെടുന്നവർ മക്കളെ വന്ന് വിവാഹം അന്വേഷിച്ചാൽ നിങ്ങൾ അവരെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അവിടെ വരെ, അത്തരം വിഷയത്തിൽ വരെ ശ്രദ്ധയുണ്ടാകണമെന്ന് ദീൻ നമ്മളെ പഠിപ്പിക്കാൻ. അതുപോലെ മക്കളുടെ വിഷയത്തിലുള്ള ദുആ അത് വളരെ പ്രധാനമാണ്.
പല ദുആകളുമുണ്ട്. അതിലൊന്നാണ് ഈ പറഞ്ഞ ഇബാദുർ റഹ്മാന്റെ ദുആ. മക്കളുടെ വിഷയത്തിൽ പൊതുവിലും പെൺമക്കളുടെ വിഷയത്തിൽ പ്രത്യേകിച്ചും നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സ്വാലിഹീങ്ങളായ രൂപത്തിൽ നമ്മുടെ മക്കളെ വളർത്താനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم. اقول قولي هذا استغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه انه هو الغفور الرحيم. الحمد لله حمدا كثيرا طيبا مباركا والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് നമ്മുടെ നാട് ഇപ്പോഴുള്ളത്. SIR-മായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ ഇവിടുത്തെ ഭരണഘടന അനുസരിച്ച് മുസ്ലിമായി ജീവിക്കുവാനും ഇസ്ലാമിക പ്രബോധനത്തിനും നമുക്ക് സാധ്യമാകും. അതിന് അടിസ്ഥാനപരമായി നമ്മൾ ഇന്ത്യൻ പൗരനായിരിക്കണം. SIR-ൽ പേര് വരുന്നതോടുകൂടി കേവലം വോട്ടറാണ് എന്നതിലപ്പുറം നമ്മുടെ പൗരത്വത്തിന്റെ വിഷയവും കൂടിയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അത് നഷ്ടപ്പെടുന്നതോടുകൂടി പൗരനല്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നു എന്നതാണ്. SIR-ന്റെ പ്രക്രിയയിൽ, വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിൽ ഗുരുതരമായ തടസ്സം വന്നു നിൽക്കുന്നുണ്ട്. നിലവിൽ നമ്മുടെ നാട്ടിലെ BLO-മാർ ശേഖരിച്ച വോട്ടർ പട്ടിക ഫോമുകൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഔദ്യോഗികമായ ആപ്പ്, അത് വളരെ സാവധാനത്തിലെ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നു എന്നത് BLO-മാർ പരക്കെ പരാതി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം എല്ലാവരും ഒരേ സമയം ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു ഫോം അപ്ലോഡ് ചെയ്യാൻ തന്നെ ഒരുപാട് സമയമെടുക്കുന്നു എന്നത്. ഇവിടെയാണ് വലിയ അപകട സാധ്യത നിലനിൽക്കുന്നത്. നിലവിൽ ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ ഡിസംബർ 4-ാം തീയതിക്കകം എല്ലാ ഫോമുകളും ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. ഇലക്ഷൻ കമ്മീഷൻ തീയതി നീട്ടി നൽകിയില്ലെങ്കിൽ ധാരാളം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ വോട്ടർ പട്ടികയിൽ നിന്നും ഒരാൾ പോലും പുറത്താവാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഹാരം കാണേണ്ടതുണ്ട്. ആപ്പിന്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തീയതി നീട്ടി നൽകാൻ ആവശ്യപ്പെടേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ജനാധിപത്യ മാർഗത്തിലൂടെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കാൻ ഒരിക്കലും വൈകിക്കൂടാ. മാത്രവുമല്ല, മാധ്യമങ്ങൾ ഈ വിഷയം പൊതുജനങ്ങളെയും ബന്ധപ്പെട്ട അധികാരികളെയും അറിയിക്കുകയും പ്രശ്നത്തിന്റെ ഗൗരവം, അത് എത്ര പേരെയാണ് ബാധിക്കുന്നത്, എന്തുകൊണ്ട് ഇത് പ്രധാനം തുടങ്ങിയ വിഷയങ്ങൾ പുറത്തുവിടുകയും വേണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. പരസ്പരം അറിയുന്നവരാണ്. പരസ്പരം ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും വർത്തിക്കേണ്ടതുണ്ട്. വ്യക്തിഹത്യയും തേജോവധവും ഉപേക്ഷിക്കുക. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ നാട്ടിൽ പരസ്പരം കണ്ടും അറിഞ്ഞും സഹവസിച്ചും കഴിയേണ്ടവരാണ്. മാത്രവുമല്ല, ഒരു തെരഞ്ഞെടുപ്പായി കഴിഞ്ഞാൽ എന്തുമാവാം എന്ന നിലപാടിൽ നിന്ന് വിശ്വാസികൾ മാറി നിൽക്കണം. അത് ഒന്നിച്ച് പാർട്ടിക്ക് വേണ്ടിയോ മറ്റാർക്കോ വേണ്ടിയോ എന്തൊക്കെ ചെയ്താലും ശരി, അവനാൻ ചെയ്യുന്നത് അവനാന്റെ അക്കൗണ്ടിലേക്കാണ് വരിക എന്ന തിരിച്ചറിവ് ഉണ്ടാകേണ്ടതുണ്ട്. മതപരമായ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ആ നിലക്ക് വിവേകത്തോടുകൂടി പക്വതയോടുകൂടി ഇടപെടാൻ നമുക്ക് സാധിക്കണം. ആ നിലയ്ക്ക് ഏറ്റവും ജനാധിപത്യ രൂപത്തിൽ ഈ സംവിധാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിർഭയത്വത്തോടുകൂടി സ്വസ്ഥമായി ഇവിടുത്തെ ഭരണഘടന അനുശാസിക്കുന്ന രൂപത്തിൽ
മുസ്ലിമായി ജീവിച്ച ഇസ്ലാമിക പ്രബോധനം സജീവമായി നമ്മുടെ നാട്ടിൽ നടക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ നിർഭയത്വത്തോടുകൂടി ഈ നാട്ടിൽ സജീവമായി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.